ഇനി മഴക്കാലമാണ് കേട്ടോ വരാൻ പോകുന്നത്. കോഴീനെ വളർത്തുന്നവർ കൂട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. എനിക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് മഴക്കാലമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്, മഴയാണോ വേനലാണോ? ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ചിപ്പിൽപ്പൊടി അഥവാ അറക്കപ്പൊടി, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചിപ്പിൽപ്പൊടി എന്നാണേ പറയാറ്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. ഇനിയിപ്പോൾ മഴയത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വേണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു എടുക്കാറ്, പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടാറില്ല. അവർ ഷോപ്പ് അടച്ചു പോയല്ലോ. അപ്പം ഇപ്രാവശ്യം എനിക്ക് ചിപ്പിൽപ്പൊടി ഇല്ലാതെ ഇനി മുന്നോട്ട് പോകില്ല. അത് മറ്റൊന്നല്ലാതെ ഇവന്മാരൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇവരിപ്പം നമ്മുടെ നെറ്റ് കൂട്ടിൽ കൊള്ളാതായിട്ടുണ്ട്. അപ്പോൾ ഇവരെ താഴോട്ട് ഇറക്കണമെങ്കിൽ നമുക്ക് ചിപ്പിൽപ്പൊടി അത്യാവശ്യമാണ്. അങ്ങനെ അന്വേഷിച്ചപ്പം വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ആളുകൾ വന്ന് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം നന്ദൂനെയും കൂട്ടിയിട്ട് ചിപ്പിൽപ്പൊടി എടുക്കാൻ പോയതാണ്. കയ്യിൽ കിട്ടിയ ചാക്കുകളൊക്കെ വാരി എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തൽക്കാലം വണ്ടിമേൽ വെച്ചിട്ട് ഒരു ചാക്ക് കൊണ്ടുവരാൻ, ബാക്കി വിനേട്ടനോട് വിളിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നന്ദൂനെയും കൂട്ടിയിട്ട് ഞാൻ വരാൻ വന്നതാണ്. നന്ദൂനെ കൂട്ടാൻ രണ്ടുണ്ട് കാര്യങ്ങൾ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് നമുക്ക് വീഡിയോ എടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ വാരാൻ നന്ദു സഹായിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നന്ദു ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ ക്യാമറാമാന് എല്ലാവരും ഒരു ഹായ് കൊടുക്കുക. അവരിങ്ങനെ പരാതി പറയുന്നുണ്ട് കേട്ടോ. അവർ ഹായ് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ ഹായ് അങ്ങ് കൊടുത്തേക്കണേ. ആദ്യമൊന്നും നന്ദുവിന് അങ്ങനെ വീഡിയോ എടുത്തു തരാനൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കും, അവൻ അങ്ങനെ നിന്ന് ഫോൺ പിടിക്കും, അത്രയേ ചെയ്യാറില്ലായിരുന്നു. പിന്നെ അവന് പഠിച്ചു. നന്ദു ഇങ്ങനെ സൂം ചെയ്യാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ മൂവ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് നന്ദു വീഡിയോ എടുക്കും. അതുമാത്രമല്ല, നന്ദു എടുത്താലാണ് എനിക്കൊരു തൃപ്തി. അതെന്താണെന്നുള്ളത് എനിക്കറിയാം. ഞാനിപ്പോൾ സ്റ്റാൻഡ് വാങ്ങിയിട്ട് സ്റ്റാൻഡുമ്മേൽ ഞാൻ വീഡിയോ എടുത്തോട്ടും കൂടി ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നന്ദു എടുത്തെന്നാൽ അത് ഓക്കെയാണേ. അതുകൊണ്ടാണ് ഇപ്പോൾ നന്ദുവിനെയും കൊണ്ടുവന്നത്. സിതുട്ടൻ വന്നിട്ടില്ല. സിതുട്ടന് വീട്ടിലിരുന്നിട്ട് TV കാണുകയാണ്. അപ്പോൾ അതാ ഞാൻ ചിപ്പിൽപ്പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചിപ്പിൽപ്പൊടി ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൈകിട്ട് വന്നാൽ ചിപ്പിൽപ്പൊടി ഉണ്ടാവില്ല. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, മഴക്കാലമാണ് വരാൻ പോകുന്നത്. കഴിയുന്നതും അടുത്തൊക്കെ ഇതുപോലെ അറക്കപ്പൊടി ചിപ്പിൽപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ, അറക്കപ്പൊടി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു തവിട് രൂപത്തിലുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അതാണ് കുറച്ചും കൂടി കോഴിക്കൂട്ടിലിടാനും നല്ലത് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്ന് അത് കിട്ടിയിട്ടില്ല. ചിപ്പിൽപ്പൊടി എന്ന് പറയുന്നത് ചീളായിട്ടുള്ള പൊടിയാണ്. അത് കുറച്ചും കൂടി ആ ഒരു ഈർപ്പം, കോഴി കാഷ്ടത്തിൽ ആ ഒരു ഈർപ്പമൊക്കെ വലിച്ചെടുക്കാൻ നല്ലത് അറക്കപ്പൊടിയാണ്. പിന്നെ ചിപ്പിൽപ്പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്തൊക്കെ മില്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പരമാവധി ചാക്ക് കൊണ്ടുപോയിട്ട് വാരി സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് അങ്ങനെ കേട് വരുന്ന സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂട് ഇങ്ങനെ അഴുക്കാവുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മഴക്കാലത്ത് പ്രത്യേകിച്ച്. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷേ മഴക്കാലം അത് ഇത്തിരി പ്രശ്നം തന്നെയാണ്. മഴക്കാലത്ത് കൂട്ടിൽ നനവും ദുർഗന്ധവും വരാതിരിക്കാനും കോഴികൾക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അറക്കപ്പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, അവർക്ക് നല്ല വൃത്തിയും അതുപോലെ ഉണങ്ങിയ സ്ഥലവും വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതുമാത്രമല്ല, മഴക്കാലത്ത് കോഴികൾക്ക് അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ചിപ്പിൽപ്പൊടി, അറക്കപ്പൊടി നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് കഴിയുന്നതും നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. കൂട്ടിൽ നനവ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റി കൊടുക്കുക. കൂടെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീറ്റയും അതുപോലെ കുടിവെള്ളമാണ്. കോഴികൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് വരും, പക്ഷേ അത് വരാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ശ്രദ്ധിക്കേണ്ടതും നമ്മളാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. വെള്ളമൊക്കെ നിങ്ങൾ നല്ല വെള്ളം തന്നെ കൊടുക്കുക. ദിവസം ബോട്ടിൽ കഴുകിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെ അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തീറ്റ, കോഴിത്തീറ്റ മാത്രം കൊടുത്ത് കോഴീനെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. മഴക്കാലമാണ്, പെട്ടെന്ന് തീറ്റയിൽ പൂപ്പലൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാക്ക് കണക്കിന് തീറ്റ വാങ്ങുന്ന ആളുകളാണെങ്കിൽ മഴപ്പാറലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തീറ്റ വെക്കുക കേട്ടോ. കഴിയുന്നതും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തീറ്റ കൊണ്ടുവയ്ക്കുക. പിന്നെ നിങ്ങൾ തീറ്റയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരിപ്പോൾ പുറത്തൊക്കെയാണ് വെച്ചത്, മഴപ്പാറിലൊക്കെ കൊണ്ടിട്ട് പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മഴക്കാലത്ത് കോഴികൾക്ക് തീറ്റ വാങ്ങാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോറ് കൊടുക്കാറുണ്ടെന്ന് ഒരു നേരം. ഞാൻ എപ്പോഴും മഴക്കാലത്ത് ആ ഒരു കൊടുക്കുന്ന ചോറ് അത്യാവശ്യം നല്ല ചൂടിൽ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. മഴക്കാലത്തൊക്കെ അവർക്ക് ചൂടുള്ള ചോറ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. വെറും ചോറല്ല കേട്ടോ, ഞാൻ ചോറിനകത്ത് തീറ്റയും അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ
ഇലകൾ, പച്ചക്കറികൾ എന്താണോ എൻ്റെ കയ്യിലുള്ളത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്, ചില സമയങ്ങളിൽ മീനിൻ്റെ തല വേവിച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കോഴിക്ക് കൊടുക്കാറ്. ഒരു മാസത്തേക്കുള്ള അത്യാവശ്യം ചിപ്പിൽപ്പൊടിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിപ്പിൽപ്പൊടി തീർന്നാൽ എന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ, എന്താണെന്നറിയില്ല. കൂട്ടുന്ന സ്മെല്ല് വരിക അല്ലെങ്കിൽ അഴുക്കാവുക എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കൂട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതെൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട്. നമ്മൾ വീട് ക്ലീൻ ചെയ്യല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ കൂടും ക്ലീൻ ചെയ്യാറ്. കൂട് വൃത്തികേടായി കിടക്കാൻ ഞാൻ ഒട്ടും അനുവദിക്കാറില്ല. കാരണം എല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെയാണല്ലോ. എൻ്റെ കൂട്, എൻ്റെ കോഴി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് വേറെ ഒരാളെയും കാത്തു നിൽക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കയറി അങ്ങ് ചെയ്യും. കഴിയുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഞാനങ്ങനെ കോഴിക്കൂടിൻ്റെ കാര്യം അല്ലെങ്കിൽ കോഴിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ ഈ ഒരു ചിപ്പിൽപ്പൊടീൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെയായിട്ടും ചിപ്പിൽപ്പൊടി വാരാൻ പോയിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് സ്ഥിരമായിട്ട് വിനോട്ടം തന്നെയാണ് കൊണ്ടു തരാറ്. ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പ് അടച്ചു പോയത് കൊണ്ട് പിന്നെ ഇത് കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത്. അപ്പം എനിക്ക് കാത്തു നിൽക്കാനുള്ള സമയമില്ല. കാരണം രാവിലെ പോയാൽ രാത്രിയാണ് വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഓപ്പൺ ആയാൽ അവർ 5:30 ആകുമ്പം ക്ലോസ് ചെയ്യും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വാരി പോകണം. അതുകൊണ്ട് വിനേട്ടനെ കാത്തു നിന്നിട്ടില്ല. കാരണം കാത്തു നിന്നാൽ ചിലപ്പോൾ നാളെ ഞാൻ വന്നാൽ എനിക്ക് ചിപ്പിൽപ്പൊടി കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ചാക്ക് കൊണ്ടുപോയിട്ട് വാരി വെച്ചിട്ടുണ്ട്. വാരിത ഇതുപോലെ ഒരു സൈഡിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് കട ക്ലോസ് ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ വെക്കേണ്ടെന്ന് വിചാരിച്ചു. വിനേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വിനേട്ടന് രാത്രി പണി കഴിഞ്ഞ് വരുമ്പം ഇത് വണ്ടിയിലിട്ടിട്ട് കൊണ്ടുവരും. ഒരു ചാക്ക് പൊടി ഞാൻ വണ്ടിമേൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇത് കൊണ്ടുപോയിട്ട് കൂട്ടിലിട്ടിട്ട് വേണം നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കാനായിട്ട്. അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അവരെ ഞാൻ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഉള്ളിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഇത് പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരാശ്വാസമാണ്. മഴ പെയ്താലും പേടിക്കണ്ടല്ലോ, കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്യാം. വേനലിന് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. വേനലിൽ നമുക്ക് ചിപ്പിൽപ്പൊടി ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കൂട് കോൺക്രീറ്റ് ചെയ്തതാണല്ലോ, അപ്പം അത്ര അഴുക്കും കാര്യങ്ങളൊന്നും ആവില്ലായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ വലുതായില്ലേ, അവർ 1-2 കുഞ്ഞുങ്ങളല്ലാതെ ഇത്രയും കുഞ്ഞുങ്ങളില്ലേ. ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ആ ഒരു നെറ്റിൻ്റെ ചെറിയ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല. അവർക്കൊന്ന് ഓടിച്ചാടി നടക്കണമല്ലോ. കണ്ടോ അവരുടെ സന്തോഷം. ഫസ്റ്റ് ടൈമാണ് അവർ ഈ ഒരു അറക്കപ്പൊടിയിലേക്ക് ഇറങ്ങുന്നത്. അറക്കപ്പൊടിയും അതുപോലെ ചിപ്പിൽപ്പൊടിയും ഇതുപോലെ കൂട്ടിലിട്ട് കൊടുത്താൽ കൂടെ എപ്പോഴും നല്ല വൃത്തിയായി കിടക്കും കേട്ടോ. അറക്കപ്പൊടിയാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പം ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അറക്കപ്പൊടിയാണ്. ചിപ്പിൽപ്പൊടി എന്ന് പറയുന്നത് കുറച്ചും കൂടി ചീളായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ വാരിയപ്പം എനിക്ക് കൂടുതലായിട്ടും ചിപ്പിൽപ്പൊടിയാണ് കിട്ടിയത്. അറക്കപ്പൊടി ഈ കൂട്ടിലുള്ള ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കഴിയുന്നതും ഇങ്ങനത്തെ അറക്കപ്പൊടി കിട്ടുകയാണെങ്കിൽ കൂട്ടിലിട്ട് കൊടുക്കുക. കോഴിക്കാഷ്ടമൊക്കെ ആയാൽ പെട്ടെന്ന് അത് ഈർപ്പം വലിച്ചെടുക്കും കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. പിന്നെ വെള്ളം വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളമൊക്കെ മറിയുമ്പോഴാണ് പെട്ടെന്ന് കോഴിക്കൂട് അഴുക്കാവുന്നത്. അതുപോലെ കോഴിക്കൂടിന് ചോർച്ച ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോഴിക്കൂടിന് ചോർച്ചയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇവരപ്പം ഞാനിതാ കോഴിക്കോട്ടിലേക്ക് തുറന്നു വിട്ടൊരു സന്തോഷമാണ്. കുറേ കാലമായില്ലേ ഇവർ ആ ഒരു മാസം, ഏകദേശം ഒരു 1.5 മാസത്തോളമായി ഇവർക്ക് പ്രായം. 1.5 മാസത്തിൻ്റെ അടുത്തായിട്ട് ഇവർ ആ ഒരു നെറ്റ് കൂട്ടിലായിരുന്നു. ആദ്യം തുടക്കത്തിൽ കുഞ്ഞു കുട്ടികളാകുമ്പോൾ മുകളിലെ കൂട്ടിലായിരുന്നേ. പിന്നെ അവിടുന്ന് കുറച്ചൊരു വലിപ്പം വെച്ച് 28ാമത്തെ ദിവസം ഞാൻ വാക്സിൻ്റെ ഒരു മെഡിസിൻ കൊടുത്തല്ലോ, അത് കൊടുത്തപ്പം പിന്നെ ഞാൻ അവരെ താഴത്തെ കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. പിന്നെ അവർക്ക് കൂട്ടിൽ ഫുഡൊന്നും വെച്ച് കൊടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല. കൂടിന് സൗകര്യം കുറച്ച് കുറവാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് കൂട് കുറച്ചും കൂടി ഒരു വലുപ്പമുള്ളതായിട്ട് തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പം അങ്ങനെ ഒരുപാട് വലിപ്പമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഇവരെ ഞാൻ ഈ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കൂട്ടിലുള്ള കോഴികളെ ഞാനിപ്പോൾ തുറന്ന് വിടാറാണ്. അവർ ഒരുപാടെണ്ണല്ലേ, ഒരു 10-20 അത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പം അവരെ ഈ കൂട്ടത്തിലിട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരും അവരും ഒട്ടും സിങ്കാവില്ല. ഇവർക്ക് അവരെ പേടിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ കൂട്ടം കൂടായിട്ട് നിൽക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ കയറി നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ചത്തുപോകാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഒരുമിച്ചിടാനും കഴിയില്ല കേട്ടോ. അവർ വലുതുമാണ്, ഇവർ ചെറുതുമാണ്, കൊത്താനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അവരെ വേറൊരു കൂട്ടിലേക്കും ഇവരെ തൽക്കാലം ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടൊക്കെ ഞാൻ നന്നായിട്ട് ഓസടിച്ച് ക്ലീൻ ചെയ്തു. 2 ദിവസം വെയിൽ കൊള്ളിച്ചു. ഉള്ളിൽ പിന്നെ ഇതിട്ടിട്ടുണ്ട് കേട്ടോ, കുമ്മായം ഇട്ടു. കുമ്മായത്തിൻ്റെ മുകളിലാണ് നമ്മൾ അറക്കപ്പൊടി ഇട്ടത്. അതുകൊണ്ട് വേറെ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ മറ്റു കോഴികളെന്ന് പറഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളൊന്നും അവർക്കില്ല. അതുകൊണ്ട് പേടിക്കാനില്ല. അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊന്നും കൂടി പേടിക്കേണ്ടത്. ഇതിപ്പം കൂടിൻ്റെ അടിവശം കോൺക്രീറ്റ് ഇട്ടതാണ്. അതുകൊണ്ട് മണ്ണിൻ്റെ നനവ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരില്ല കേട്ടോ. ഇനി മുകൾ ഭാഗം നനഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഷീറ്റൊക്കെ മാറ്റിയിട്ടത് കൊണ്ട് കൂടിന് ചോർച്ച ഉണ്ടാവില്ല
എന്ന് വിചാരിക്കാം. ഇനിയിപ്പം എലി വെട്ടി തറച്ചോ എന്നുള്ളത് അതും അറിയില്ല. കെണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എലി കുടുങ്ങുന്നില്ല, പൂച്ചയും പിടിക്കുന്നില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടിരുന്നല്ലോ, അതും പോയി, പിന്നെ അതിനെയും കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഞാൻ ഒരുപാട് കോഴികളുടെ വീഡിയോ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ കോഴീനെ വളർത്താനായിട്ട്. പക്ഷേ അവരുടെ സാഹചര്യം, നല്ലൊരു കൂടില്ല, അതുപോലെ സ്ഥല സൗകര്യങ്ങളില്ല, അതൊക്കെയാണ് കാരണങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കോഴിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതല്ലാതെ നിങ്ങളുടെ ആ ഒരു സൗകര്യം വെച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഏതൊരു കാര്യമായാലും അതിൽ സക്സസ് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നിങ്ങൾ വീട്ടിലെ മറ്റ് ആളുകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ലേ, അതിൽ ഒരു കുറഞ്ഞ സമയം നിങ്ങളുടെ ആവശ്യത്തിനും കൂടി നിങ്ങൾ മാറ്റി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും ഇല്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് നിറവേറണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം വേണം. അതൊരു കുഞ്ഞതായാലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വലുത് തന്നെയാണ്. അപ്പം ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഇന്ന് കോഴിമക്കൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഇന്നൊരു കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കൂട്ടിൽ സ്പേസ് ഉണ്ട്, എന്നാലും അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങ് ഒരുപാട് നടന്ന് ഓടി കളിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ആ ഒരു കൂട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വേഗം കൂട് സെറ്റ് ചെയ്ത് അവരെ ഇതിലേക്ക് മാറ്റിയത്. പക്ഷേ രാത്രി നമ്മൾ കൂട് മാറ്റും കേട്ടോ. രാത്രി അവരെ നെറ്റിൻ്റെ കൂട്ടിലേക്ക് ഇടും. ഇല്ലെങ്കിൽ ഇതാ മുകളിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ എന്തെങ്കിലുമൊക്കെ ജീവികൾ വന്നാൽ ഇവരെ പിടിക്കും. അതുകൊണ്ട് രാത്രി അവരെ കൂട്ടിലേക്ക് ആക്കും, രാവിലെ വീണ്ടും ഇങ്ങോട്ട് തന്നെ ആക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.